ഇന്നത്തെ നമ്മുടെ വീഡിയോ ചതുരംഗപ്പാറയിലേക്കുള്ളൊരു യാത്രയാണ്. ഇത് ചീയപ്പാറ വാട്ടർഫാൾസാണ്. അപ്പം ഇതുവഴി വേണം നമ്മൾ അടിമാലി മൂന്നാർ എന്നിട്ട് വേണം നമുക്ക് ചതുരംഗപ്പാറയിലേക്ക് പോകാനായിട്ട്. നല്ല ഒരു കാഴ്ച കണ്ടുകൊണ്ട് ഇവിടെ ബസ് നിർത്തിയാണ്. ഇത് കല്ലാർകുട്ടി ഡാമാണ് ഇപ്പം നമ്മളീ കാണുന്നത്. ഡാമിൻ്റെ മുകളിൽ കൂടെ വാഹനങ്ങളൊക്കെ, ചെറിയ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. ഷട്ടറുകളൊന്നും തുറന്നിട്ടില്ല ഡാമിൻ്റെ. പിന്നെ ഡാമിൻ്റെ ചെറിയ ഈ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങ് പോകാം, അത്രയേ ഉള്ളൂ. തുറന്നു കഴിഞ്ഞാൽ ഇതിലെയാണ് വെള്ളം പോകേണ്ടത്. അപ്പം എല്ലാം ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഷട്ടർ. ഇപ്പം പിന്നെ പൊതുവെ ഡാമുകളിലൊക്കെ വെള്ളം തീരെ കുറവാണ് കേട്ടോ. നല്ല വേനൽക്കാലമാണ്. പിന്നെ ഇവിടുത്തെ പ്രകൃതിയുടെ കാഴ്ചകളും ഒക്കെ കണ്ട് അങ്ങ് കടന്നു പോകാമെന്ന് മാത്രമേ ഉള്ളൂ. ചെറിയ കാറുകളൊക്കെ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. ഞങ്ങൾ വന്ന ബസ് ഈ ഡാമിൻ്റെ ഈ തൊട്ടപ്പുറത്താണ് നിർത്തിയിരിക്കുന്നത്. ഞങ്ങളോട് ഒപ്പം വന്നവരെല്ലാം ഇതിലെ വന്ന് കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് അങ്ങ് പോവുകയാണ്. നല്ല സുന്ദരമായ കാഴ്ചകളൊക്കെയാണ്. ഡാമിൻ്റെ പരിസരത്തുള്ള കാഴ്ചകളൊക്കെയാണ് വളരെ വ്യത്യസ്തമായിട്ട് നമുക്കെപ്പോഴും തോന്നുന്നത്. മിക്കവാറും ഡാമുകളൊക്കെ നോക്കിക്കഴിഞ്ഞാലേ എല്ലാം ഏതാണ്ട് ഒരുപോലെയൊക്കെ ഇരിക്കും. ഡാമിൻ്റെ റിസർവോയറാണ് താഴെ കാണുന്നത്. വെള്ളം കുറവാണ് കണ്ടോ. അത് നല്ല മനോഹരമായ കാഴ്ചയൊക്കെയാണ്. ഞങ്ങളുടെ കൂടെ വന്നവരെല്ലാം അങ്ങനെയുള്ള കാഴ്ചകളെല്ലാം കണ്ടിങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. ഡാമിലൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ കാഴ്ചകളൊന്നും തന്നെ അങ്ങനെ ഒന്നും ഇല്ല. ഇത് കണ്ടോ, ഇത് റിപ്പിൾ വാട്ടർഫാൾസ്. അവിടെയാണ് ഇപ്പം ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ബൈസംവാലിയാണ്. ഇവിടെ ഒരു സിപ്പ് ലൈൻ സർവീസ് ഉണ്ട്. അതിൻ്റെ കയറാൻ വേണ്ടിയുള്ള തിരക്കാണ് ഈ കാണുന്നത്. അതിന് ടിക്കറ്റ് എടുത്തിട്ട് കാത്തു നിൽക്കുന്നവരാണ്. നല്ല തിരക്കാണ് അവിടെ. ഞാൻ കാണിച്ചു തരാം. ഇവിടെ എല്ലാം ആൾക്കാരിങ്ങനെ നിൽക്കുകയാണ് കയറാൻ വേണ്ടി. പ്രത്യേക ഹെൽമറ്റ് ഒക്കെ വെച്ചാണ് നമ്മളെ അതിലേക്ക് കയറ്റത്തുള്ളൂ. ഒരുപാട് പേര് നിൽപ്പുണ്ട് അവിടെ കയറാൻ. കണ്ടോ, ഒരു റോപ്പേ കൂടെ ഇങ്ങനെ പോകുന്നത് കണ്ടോ. ഇത് കുറേ ദൂരമുണ്ട് കേട്ടോ. കുറേ ദൂരത്തേക്ക് ഇങ്ങനെ റോപ്പുകൾ ഇങ്ങനെ വലിച്ച് കെട്ടിയിരിക്കുകയാണ്. അതേ കൂടിയാണ് നമ്മൾ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ പോകുന്നത്. നല്ലൊരു കാഴ്ചയാണ്. ഒരുപാട് പേര് ഇങ്ങനെ അതേ കയറുന്നുമുണ്ട്. ഒരാൾക്ക് 500 രൂപയാണ് ചാർജ്. അതിൻ്റെ നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. ഇവിടെ ഇങ്ങനെ 2 പേരെ വീതമാണ് അവർ ഇതേ കൂടെ ഇങ്ങനെ വിടുന്നത്. അങ്ങ് ദൂരേന്ന് 2 പേര് ഇങ്ങോട്ട് തിരിച്ച് വരുന്നുണ്ട്. ഒരു വണ്ട് മൂളുന്ന ശബ്ദമാണ് വരുമ്പോൾ. കണ്ടോ വരുന്നത്. അവരിങ്ങനെ 2 പേരിങ്ങെത്തി. നമുക്ക് താഴെയുള്ള കാഴ്ചകളിലേക്ക് പോവാം. ഇവിടെ താഴെയാണ് വാട്ടർഫാൾസ് ഉള്ളത്. നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കാം. അവിടുത്തെ കാഴ്ചകൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങോട്ട് ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് പോയിട്ടുണ്ട്. എങ്കിലും ആൾക്കാർ കൂടുതലും മുകളിൽ തന്നെയാണ്. ഈ സിപ്പ് ലൈൻ സർവീസ്, അതാണ് കൂടുതൽ ആൾക്കാരും അത് അവിടെ നിൽക്കുന്നത്. കണ്ടോ, ട്രിപ്പിൾ വാട്ടർഫാൾസ്. ഇതാണ് മുൻവശം. ഞങ്ങൾ ഇന്നും KSRTCയുടെ BTCയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ വരുമ്പം തന്നെ പല ഡിപ്പോകളിൽ നിന്നും വന്ന കുറേ ബസ്സുകൾ ഇവിടെ പാർക്കിംഗ് ഏരിയ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് സാമാന്യം നല്ല തിരക്കുണ്ട്. ആൾക്കാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കുന്നുണ്ട്. നമുക്കകത്തേക്ക് പ്രവേശിച്ച് നോക്കാം അവിടുത്തെ കാഴ്ചകളൊക്കെ. ഇതിൻ്റെ ഓഫീസാണ് സംഭവം. ഇത് ബൈസംവാലിയിൽ ഇത് എസൻപുരം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. എല്ലാം ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയിലാണ് ഇതുപോലെ ഒരുപാട് മനോഹരമായ സൗന്ദര്യമുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളത്. ട്രിപ്പിൾ വാട്ടർഫാൾസ് എസൻപുരം. ഇവിടെ ഇങ്ങനെ വണ്ട് മൂടുന്ന ശബ്ദമാണ് ഇപ്പോൾ. മുകളിൽ കൂടെ ഇത് കണ്ടോ, ആ റോപ്പ് വഴി ഇങ്ങനെ ആൾക്കാരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്പൈഡർമാൻ പോകുന്ന പോലെ അങ്ങനെ പോവുക അങ്ങോട്ട്. ഇത് കണ്ടോ, മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന ഒരു ടീമാണ്. അവർ കുറേ ആൾക്കാരുണ്ട്. അവരിങ്ങനെ പട്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോന്നിരിക്കുക. ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ വാഹനം അവിടെ പാർക്കിംഗ് ഏരിയ കിടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇവിടെ ഈ വാട്ടർഫാൾസ് കാണാൻ വേണ്ടി നമ്മൾ താഴോട്ട് പോകുമ്പോഴത്തേക്കേ അതിൻ്റെ സൈഡുകളിൽ മുഴുവൻ ചെറിയ ഷോപ്പുകളൊക്കെയാണ്. ഒരുപാട് ഷോപ്പുകളുണ്ട്. കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ടുള്ള കളിപ്പാട്ടങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പുകളൊക്കെയാണ് കൂടുതലും. കാരണം വരുന്ന മിക്കവരുടെയും കൂടെ കുട്ടികളൊക്കെ കാണുമല്ലോ. അപ്പോൾ ഞാൻ കണ്ടു കുട്ടികളെ കിടന്ന് ബഹളം വെക്കുമ്പോഴത്തേക്കും എല്ലാവരും കടയിൽ കയറി സാധനമൊക്കെ വാങ്ങിക്കുന്നത് കാണാം.
എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ പുറത്തുനിന്ന് വരുന്നവരാണെന്ന് തോന്നുന്നു കൂടുതൽ ഷോപ്പിംഗ് ഒക്കെ നടത്തുന്നത്. ഇതിലിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ. ഇത് കണ്ടോ, മോളിൽ കൂടെ പോകുന്നത് കണ്ടോ? ഇവിടെ എപ്പോഴും ഈ വണ്ട് മൂളുന്ന ശബ്ദമാണ്. അത് കൂടുതൽ പേര് പോകുന്ന കാണാം. തിരക്കായിട്ടായിരിക്കും. ഇവളുടെ റോപ്പ് വഴി മുഴുവനും ആൾക്കാരിങ്ങനെ പോകുന്നുണ്ട്. 4 പേര് 6 പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാണാം. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയുള്ള ഷോപ്പുകളിലൊക്കെ ഈ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഈ തൊപ്പികൾ, ക്യാപ്പുകൾ, അത് കുട്ടികൾക്കുള്ളത് മുതിർന്നവർക്ക് ഉള്ളതൊക്കെ ഉണ്ട്. പിന്നെ ഈ കരകൗശല വസ്തുക്കൾ, ശില്പങ്ങളൊക്കെ അതുപോലെയുള്ള എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അവിടുത്തെ ജീവനക്കാരി ഇങ്ങനെ നിൽക്കുന്നത്. അതിപ്പം ഇവിടെ മഹാരാഷ്ട്രയിൽ നിന്ന് വന്നവരെല്ലാം ഇവിടെ കയറിയിട്ട് എന്തൊക്കെയോ വാങ്ങിക്കൊണ്ട് പോകുന്നതൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ നല്ല തിരക്കുകളൊക്കെ ആയിരുന്നു കടയിൽ. ഞങ്ങളുടെ കൂടെ വന്ന കൂടുതൽ ആൾക്കാരും ഈ സിപ്പ് ലൈൻ കയറാൻ മോളിൽ നിൽക്കുകയാണ്. ഇനി അവർ അതെല്ലാം കയറി തിരിച്ചു വന്നിട്ടേ ഉള്ളൂ ഞങ്ങൾക്ക് ഈ ഇവിടുന്ന് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇതുപോലെയുള്ള കാഴ്ചകൾ, ഈ ഷോപ്പുകളിലെ കാഴ്ചകളും ഒക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. കുറേ പേര് താഴേക്ക് പോകണം. ഇത് കണ്ടോ, എത്ര എണ്ണ പോകുന്നത് കണ്ടോ? ഭയങ്കര ശബ്ദമാണ് ഈ വണ്ട് മൂളുന്നത്. ഞങ്ങൾ ഈ കടയിലെ കാഴ്ചകളൊക്കെ കണ്ട് താഴെ വാട്ടർഫാൾസ് താഴെയാണ്. ഇവിടെ നിൽക്കുമ്പം നമുക്ക് കേൾക്കാം, വെള്ളം ചാടി വരുന്ന ശബ്ദം നമുക്കിവിടെ കേൾക്കാം. ഇപ്പം വെള്ളം വളരെ കുറവാണെന്നാണ് അറിഞ്ഞത്. ഒരുപാട് ആൾക്കാർ കാണാൻ വേണ്ടിയും കണ്ടിട്ടുമൊക്കെ ഈ സൈഡ് വഴി തിരിച്ച് പോകുന്നുണ്ട് കേട്ടോ. ഇതുകൊണ്ട് അവരോടൊരു ചെറിയ കുളം പോലെയൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ചെടികളും ആമ്പൽ പോലെയുള്ള ചെടിയെല്ലാം ഇട്ടിട്ടുണ്ട്. എല്ലാം നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഇടുക്കി ജില്ലയല്ലേ, ഇടുക്കി ജില്ലയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ സൗന്ദര്യം വളരെ കൂടുതലാണ് ഇവിടെ. അങ്ങ് ദൂരെ നിന്ന് റോപ്പ് വഴി മോളിൽ കൂടെ വരുന്നുണ്ട്. നമുക്കിവിടെ നിൽക്കുമ്പോൾ കാണാം. കണ്ടോ, ഇതിങ്ങനെ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുക. രസമുള്ളൊരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ. ഒരാൾക്ക് 500 രൂപയാണ് നമ്മൾ ഈ സിപ്പ് ലൈൻ വഴി ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ റോപ്പേ കൂടെ ഒരു കപ്പി പോലെ എന്തോ ഉണ്ട്, അതേ കൂടെയാണ് ഈ പോകുന്നത്. ഒരുപാട് റോപ്പുകൾ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. 500 രൂപയാണ്. നമ്മൾ താഴോട്ട് ഇറങ്ങുന്ന അനുസരിച്ച് ഈ വാട്ടർഫാൾസിൻ്റെ ശബ്ദം നമുക്ക് കൂടിക്കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി ഞങ്ങൾ ഏതാണ്ട് ഇങ്ങനെ താഴെ എത്തി. കണ്ടോ, ചെറിയൊരു വാട്ടർഫാൾസാണ്. ഇപ്പം അവിടെ ആ പാറകളൊക്കെ കണ്ടില്ലേ, അത് മൊത്തം കവിഞ്ഞ് വെള്ളം വരുന്നതാണ്. ഇപ്പം വേനൽക്കാലമായതുകൊണ്ടാണ് വെള്ളം ഇല്ലാത്തത്. പിന്നെ ആ വെള്ളത്തിൻ്റെ ഒരു നിറം കണ്ടോ, അത് ഞങ്ങളിങ്ങോട്ട് പോരുന്ന വഴിക്ക് ഈ വെള്ളം ഒഴുകി വരുന്ന ഭാഗത്തെല്ലാം മണ്ണ് JCB വെച്ചെല്ലാം ഇളക്കുന്ന കണ്ടായിരുന്നു, ആ റോഡിൻ്റെ എന്തോ പണിക്കൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വെള്ളം ഇപ്പോൾ ഈ കലങ്ങിയെല്ലാം വരുന്നത്. അല്ലെങ്കിൽ നല്ല തെളിഞ്ഞ വെള്ളമാണെന്നാണ് ഞാൻ ഇവിടെ ചോദിച്ചപ്പം മനസ്സിലാക്കാൻ സാധിച്ചത്. വെള്ളമുണ്ട് ഇപ്പം ഈ നല്ല വേനലായിട്ടും വെള്ളമുണ്ട് കേട്ടോ. എന്നാലും വെള്ളം കുറവാണെന്നേ ഉള്ളൂ. അങ്ങനെ വെള്ളം തീർത്ത് ഇവിടെ പറ്റാറില്ലെന്നാണ് അറിയാൻ സാധിച്ചത്. ഇതിൻ്റെ പരിസരം ഒക്കെ ഞാൻ കാണിക്കാം. അതിലെ വെള്ളം നല്ല നിറഞ്ഞ് തുളുമ്പിയായിരിക്കും വന്നുകൊണ്ടിരുന്നത്. കണ്ടോ, ഇവിടെ എല്ലാം നിറഞ്ഞ് കവിഞ്ഞ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളായിരുന്നു. ഒരുപാട് ഉരുണ്ട കല്ലുകളൊക്കെ കിടക്കുന്നുണ്ട്. അതൊക്കെ ഈ വലിയ വെള്ളപ്പൊക്കത്തിലൊക്കെ ഒഴുകി വരുന്നോ അല്ലെങ്കിൽ വല്ല ഉരുളൊക്കെ പൊട്ടുമ്പം വന്നോക്കെ ആകാം. അവിടെ ഇങ്ങനെ ഒരുപാട് കിടപ്പുണ്ട്. അവിടെയില്ല, നമ്മളെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോഴേ ഉള്ളൂ നമുക്ക് അവിടുത്തെ സൗന്ദര്യം നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഇതുകൊണ്ട് മുഴുവൻ മലകളാണല്ലോ, അവിടെ മുഴുവനും ഇങ്ങനെ മരങ്ങളും കാടും. ഇവിടെയെല്ലാം വന്യമൃഗങ്ങളുടെ ശല്യമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ, എല്ലാ സ്ഥലങ്ങളും. ഇടുക്കി കൂടുതൽ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണല്ലോ. ഇത് മുഴുവൻ പാറകളാണ്, പാറയുടെ കല്ലുകളാണ് കംപ്ലീറ്റ്. ഇവിടെ ഇത് കണ്ടോ, ചെറിയ കുളം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തെല്ലാം നല്ല നീല നിറമുള്ള ഈ ഇത് ആമ്പലൊക്കെ ഇട്ടിരിക്കുകയാണ്. നല്ല കാഴ്ചയൊക്കെയാണ്. ഇത് നമ്മുടെ ഇവിടെയുള്ള ഈ പാടശേഖരത്തിലൊക്കെ നിൽക്കുന്നത് കാണാം. ഈ കളറുള്ളതൊക്കെ ഇതും വെള്ളയും ചുമലയൊക്കെ നിൽക്കുന്നത് കാണാം. ഇത് മുഴുവൻ ഈ നീല തന്നെയാണ്. ഇവിടെ ഇപ്പം അങ്ങനെ പ്രത്യേകിച്ച് മറ്റ് കാഴ്ചകളൊന്നും തന്നെ ഇല്ല. ഇങ്ങനെയൊരു ചെറിയ വാട്ടർഫാൾസ്, ചെറുതല്ല വലിയ വാട്ടർഫാൾസ്, അതും അതിൻ്റെ പരിസരത്തെ കാഴ്ചകളും ഒക്കെയാണ്. പിന്നെ ഈ സിപ്പ് ലൈൻ, അതാണ് ഇവിടുത്തെ ഒരു പ്രധാന കാഴ്ച. ഇനിയിപ്പം ഞങ്ങൾ ഇവിടുന്ന് പൊന്മുടി ഡാം കാണാനായിട്ട് ഇങ്ങനെ എത്തിയിരിക്കുകയാണ്. ഇതാണ് പൊന്മുടി ഡാം. ഈ പൊന്മുടിയെ തിരുവനന്തപുരത്ത് ഒരെണ്ണമുണ്ട്. ഇത് അതല്ല, ഇത് ഇടുക്കി ജില്ലയിലെയാണ്. ഇടുക്കി ജില്ലയിലുള്ള കൊന്നത്തടി പഞ്ചായത്തിൽ അവിടെയാണ് ഈ ഡാമുള്ളത്.
ഇത് പന്നിയാർ നദിക്ക് കുറുകെയാണ് ഈ ഡാം ഇവിടെ പണിതിരിക്കുന്നത്. ഇവിടുത്തെ ആ ജലാശയം അങ്ങ് കിടക്കുക നല്ല മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. അങ്ങ് കുന്നും മലകളും മിക്കവാറും ഡാമിനൊക്കെ അങ്ങനെയാണ്, എന്നാലും നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. ഞങ്ങൾ വന്ന ബസ് അതിൻ്റെ പുറകെ കിടക്കുന്ന വേറെ ഏതോ ഡിപ്പോയിൽ നിന്നും വന്ന ബസ്, അങ്ങനെ കുറേ KSRTC ബസ്സുകൾ ഇവിടെ വന്ന് കിടപ്പുണ്ട്. ഒരുപാട് ആൾക്കാരും ഉണ്ടല്ലോ. ഇവിടെ ഇന്നിപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ. ഇവിടെ നിന്നൊക്കെ ആൾക്കാരെ കൊണ്ട് വന്നതാണ് ഈ ജീപ്പുകളെല്ലാം. ഇവിടെ ഒട്ടകം, കുതിര ഇതെല്ലാം ഇവിടെയുണ്ട്. ഇതുണ്ട് കല്യാണത്തിന് നവവധുവിനെ ഒരുക്കി സുന്ദരിയാക്കി നിർത്തിയിരിക്കുന്ന പോലെ നല്ല സുന്ദരിയാക്കി നിർത്തിയിരിക്കുക. ഈ ഒട്ടകത്തിന് ഒരുപാട് മാലകളും ഒക്കെ ഇട്ട് നിൽക്കുകയാണ്. എല്ലാവരും ഈ ഒട്ടകത്തിനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോകളൊക്കെ എടുക്കുകയാണ്. ഇതിൻ്റെ പുറത്ത് കയറണമെങ്കിൽ നമ്മൾ ഒരു ചെറിയ ലാഡറൊക്കെ ഉണ്ടോ, അതേ കൂടെ ചെന്ന് ആ സ്റ്റാൻഡിൻ്റെ പുറത്ത് കയറിയിട്ട് വേണം അതേ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറാൻ. ഒട്ടകത്തിൻ്റെ ആൾക്കാർ കൊണ്ടുപോകുന്ന ആളോട് നിൽക്കുന്നുണ്ട് ഉണ്ടോ. എല്ലാവരും ഒട്ടകത്തിനെ തൊട്ടുകൊണ്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. കുറച്ച് പേര് ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി ഒന്ന് കറങ്ങാൻ പോവുകയാണ്. ഈ ഒട്ടകത്തിന് ഒരു 4 നമ്മുടെ കപ്പലണ്ടി മിഠായി ഉണ്ടല്ലോ, ഈ 4 കപ്പലണ്ടി മിഠായി ഇതിൻ്റെ വായിൽ ഇങ്ങനെ വെച്ചു കൊടുക്കും. ഈ 4 കപ്പലണ്ടി മിഠായി ഇതിൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒട്ടകം അവിടെ നിൽക്കത്തില്ല. അന്നേരം ഒട്ടകം അങ്ങോട്ട് നീങ്ങാൻ തുടങ്ങുകയാണ്. കണ്ടോ കൊള്ളാം. ഏതായാലും ഇതിന് പെട്രോളൊന്നും അടിക്കണ്ടല്ലോ. ഇത് ഇങ്ങനെ ഇതിലെ ഒന്ന് കറക്കി കൊണ്ടുവരുമായിരിക്കും, അങ്ങനെയായിരിക്കും ഇതിൻ്റെ പരിപാടി. പിന്നെ ഒരു കുതിരയുണ്ട് കേട്ടോ. കുതിരയിൽ ഇപ്പോൾ ആളുമായിട്ട് കുതിര അങ്ങോട്ട് ചാടി അങ്ങോട്ട് പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. നല്ല കാഴ്ചകളൊക്കെ തന്നെ. ഇതിപ്പം ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു പോകുന്ന വഴിക്ക് ഒരു വ്യൂ പോയിൻ്റാണിത്. കല്ലുവാലി എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നമ്മൾ ഇപ്പോൾ കണ്ട ഡാമുണ്ടല്ലോ അപ്പൻമുടി, അതിൻ്റെ റിസർവോയറാണ് സംഭവം. നല്ല ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നല്ല മനോഹരമായ ഒരു ദൃശ്യം തന്നെയാണ്. ഇങ്ങനെ കിടക്കും. അതിൽ കൂടെ ഇങ്ങനെ സ്പീഡ് ബോട്ടിലൊക്കെ സർവീസുകളൊക്കെ നടത്തുന്നുണ്ട്. അതിൽ നമുക്ക് കാണാം അങ്ങനെ ദൂരെ കൂടെ ബോട്ടുകളൊക്കെ പോകുന്നത് കാണാം. നല്ലൊരു കാഴ്ച തന്നെയാണ്. ഇതിപ്പം ബസ് ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഞാൻ ബസ്സിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് ഈ കാഴ്ച ഇങ്ങനെ എടുക്കുന്നത്. നല്ല മനോഹരമായൊരു കാഴ്ച തന്നെയാണ്. കൊള്ളാം. ഈ ഡാമിൻ്റെ പരിസരം എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരുപോലെ തന്നെയായിരിക്കും. ഇനിയിപ്പം നമ്മളിവിടെ നേരെ ചതുരംഗപ്പാറയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇവിടം വരെ ബസ് വരത്തുള്ളൂ. ഇനിയുള്ള യാത്ര മുഴുവൻ നമ്മൾ ജീപ്പിലാണ്. ഓഫ് റോഡ് വഴിയുള്ള ജീപ്പ് യാത്രകൾ തന്നെയാണ്. കഴിഞ്ഞ കുറേ ട്രിപ്പുകളിലെല്ലാം ഞങ്ങൾ ഈ ഓഫ് റോഡ് ട്രിപ്പ് തന്നെയായിരുന്നു. എല്ലാം ജീപ്പുകളിലായിരുന്നു. എല്ലാം ബസ് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീപ്പിൽ വേണം ബാക്കി യാത്രകൾ മുഴുവൻ പോകാൻ വേണ്ടി. ഇവിടെയും മറ്റ് ഡിപ്പോകളിൽ നിന്നും വന്ന ബസ്സുകളെല്ലാം കിടപ്പുണ്ട്. ഇനിയിപ്പം ഞങ്ങൾക്ക് പോകാനായിട്ടുള്ള ജീപ്പുകളെല്ലാം വരണം. അത് ഉടനെ തന്നെ ഇങ്ങെത്തും ജീപ്പുകൾ. ഇനിയുള്ള യാത്ര മുഴുവൻ നമ്മൾ ജീപ്പിലായിരിക്കും. ഇവിടുത്തെ കാറ്റെന്നും പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ, അത് എത്ര ശരിയാണെന്നറിയാം. ഇവിടെ കാറ്റ് ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. ഇവിടെ മുഴുവൻ വിൻഡ് മില്ലുകളാണ്. അതുകൊണ്ട് ഇതുകൊണ്ടോ പ്രകൃതിയുടെ സൗന്ദര്യം ഒന്നും പറയാനില്ല. നല്ല ഒട്ടപ്പം കാഴ്ചകളല്ലേ നോക്കി. കാലാവസ്ഥയാണെങ്കിലോ ചൂടും ഇല്ല തണുപ്പും ഇല്ല. നല്ല നമ്മൾ AC-ക്കകത്തിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ഇതുകൊണ്ടോ വിൻഡ് മില്ലുകൾ കണ്ടോ, കാറ്റ് ഭയങ്കര കാറ്റാണ്. ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. ഇനിയിപ്പം ഞങ്ങൾ ഞങ്ങൾ പോകാൻ പോകുന്ന ചതുരംഗപ്പാറ, അവിടെ ഭയങ്കര കാറ്റാണെന്നാണ് പറഞ്ഞത്. ഇടുക്കി ജില്ലയിൽ നമ്മൾ എവിടെ വന്നു കഴിഞ്ഞാലും നമുക്ക് അവിടുത്തെ സൗന്ദര്യം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇടുക്കി ജില്ലയുടെ സൗന്ദര്യം നമ്മൾ നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കണം. എങ്കിലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ, അതിൻ്റെ സൗന്ദര്യം എത്രമാത്രം ഉണ്ടെന്നുള്ളത്. ഞങ്ങൾക്ക് പോകാനായിട്ടുള്ള ജീപ്പുകളെല്ലാം ഇപ്പം തന്നെ ഇങ്ങ് വരും. അപ്പം നമുക്ക് ഇനി ചതുരംഗപ്പാറയിലേക്ക് പോകുന്ന മനോഹരമായ കുറേ കാഴ്ചകളെല്ലാം ഉണ്ട്. അതെല്ലാം കൂടെ നമുക്ക് അടുത്ത ഒരു വീഡിയോയിലേക്ക് നമുക്ക് കാണാം.